2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു വാഗ്ദാനവും നിറവേറ്റിയിട്ടില്ല. 2 കോടി തൊഴിൽ പ്രതിവർഷം, പെട്രോൾ 50 രൂപക്ക്, ഡീസൽ 40 രൂപക്ക്, കർഷകന് ന്യായവില ഒന്നും നടപ്പാക്കിയിട്ടില്ല. സാമ്പത്തിക വളർച്ചയിൽ 3-ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ വളർച്ചയാണ്. 2004 മുതൽ 14 വരെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തെ സാമ്പത്തിക വളർച്ച പ്രതിവർഷം 8%. എന്നാൽ 2014 മുതൽ 2019 വരെയുള്ള കാലമെടുത്താൽ ആ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. നോട്ട് നിരോധനം, ആ മണ്ടൻ തീരുമാനം രാജ്യത്തെ വല്ലാതെ പുറകോട്ടടിപ്പിച്ചു. കോവിഡ് മാത്രമല്ല യഥാർത്ഥത്തിൽ രാജ്യം പോയത്. 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ഈ ജനങ്ങളുടെ ക്രയശേഷി മുഴുവൻ ഉപയോഗിച്ച് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്തിനാണ് ജർമ്മനിയുടെ പിന്നെ പോകുന്നത്? ഇനി 3-ാം സ്ഥാനത്ത് എത്തും എന്ന് പറഞ്ഞാൽ 2047 പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രതിശീർഷ വരുമാനം? അമേരിക്കയുടേത് $37,000, നമ്മുടേത് $1,700. 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? മാത്രമല്ല ഈ സമ്പത്ത് ഇന്ത്യയിലാകെ ഉണ്ടാകുന്ന സമ്പത്താണ്. അതിൻ്റെ 57% പോകുന്നത് ഏറ്റവും മുകളിലുള്ള 1% അദാനി അംബാനിമാർക്കാണ്. 50% ജനങ്ങൾക്ക് താഴെത്തട്ടിലോട് കിട്ടുന്നത് വെറും 7%. ഈ ഇനീക്വാലിറ്റി നിലനിർത്തിക്കൊണ്ട് എന്ത് വികസനം ഇവിടെ പറയുന്നത്? അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല ഈ ഇന്ത്യ രാജ്യം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രശസ്തമായ കാലം ഇതിന് മുമ്പുണ്ടായിരുന്നു. ISRO സ്ഥാപിച്ച കാലത്ത്, ഭക്ഷണങ്ങൾ സ്ഥാപിച്ച കാലത്ത്, കാർഷിക രംഗത്ത് ഭക്ഷ്യധാന്യ സ്വയം പര്യാപ്തത നേടിയ കാലത്ത്, എല്ലാ പുരോഗതിയും 14 ശേഷമാണ് രാജ്യത്തുണ്ടായതെന്ന് പറയുന്നത് ശുദ്ധമായ അസത്യമാണ്. ഒരുപാട് വികസനം ഇന്ത്യ രാജ്യത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്കൊരു വിമർശനമുണ്ട്. വികസനത്തിൻ്റെ നേട്ടങ്ങൾ എല്ലാ ജനങ്ങൾക്കും ലഭ്യമായില്ല എന്നത്. ഇപ്പോഴുള്ള നേട്ടങ്ങൾ അവിടുന്ന് അങ്ങോട്ടുള്ള വികസനമാണ്. ഇത്രയും മതിയായിരുന്നോ? കേരളത്തിൻ്റെ പങ്കെന്താണ് ഈ വികസനത്തിൽ? നമുക്കെന്തുകൊണ്ട് ഹൈസ്പീഡ് റെയിൽ തന്നില്ല? നമുക്കെന്തുകൊണ്ട് എയിംസ് തന്നില്ല? നമുക്കെന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ധനവിഹിതം വരുമ്പോൾ 3.9% നിന്ന് 1.9% കുറച്ചു? ഈ കേരളത്തിന് എന്തിനു ശിക്ഷിക്കുന്നു? വിദ്യാഭ്യാസത്തിലും ആയുർദൈർഘ്യത്തിലും എല്ലാം ലോകത്ത് തന്നെ മാതൃകയായി നിൽക്കുന്ന കേരളം. ഇന്ത്യയോ ദാരിദ്ര്യത്തിൽ 114-ാം സ്ഥാനത്ത് 124 രാജ്യങ്ങളിൽ. മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും പിന്നിൽ ഇന്ത്യ രാജ്യം. ഏത് വികസന സൂചികകളിലാണ് ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നത്? അഴിമതിയിൽ മാത്രം. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അഴിമതിയാണ്. നികുതി വെട്ടിപ്പുകാരൻ ഇലക്ട്രൽ ബോണ്ട് കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവായി. കോവിഡ് കാലത്ത് വാക്സിൻ കൊടുത്ത കമ്പനികൾ അതിൻ്റെ പ്രതിഫലമായി ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. ഇതാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതും ഇലക്ട്രൽ ബോണ്ട് നിയമം വന്നപ്പോൾ അതിനെ തുടക്കത്തിൽ എതിർത്തതും ഒരു പൈസയും ബോണ്ട് വഴി വാങ്ങാത്തതും ആയ പാർട്ടിയാണ് CPIM. ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും ശുദ്ധ അഴിമതിയാണ്. കറക്ക് കമ്പനികൾക്ക് രക്ഷപ്പെടാൻ വാദ്രയെ പോലെ, രാഹുൽ ഗാന്ധിയുടെ അളിയനെ പോലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള പോംവഴി കൂടിയായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട്.